സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് കോപ്പിയടിയൊന്നും ഇനി നടക്കില്ല. ക്രിയേറ്റർമാരുടെ കണ്ടന്റുകൾ കോപ്പിയടിക്കുന്നതും സ്പാമിങ്ങും ഒക്കെ തടയാൻ ഒരുങ്ങുകയാണ് മെറ്റ. ഇതിന്റെ ഭാഗമായി 2025 ഇതുവരെ നീക്കം ചെയ്തത് 1 കോടി ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഫേസ്ബുക്ക് പേജ് കൂടുതൽ സത്യസന്ധവും ആധികാരികവും പ്രാധാന്യമുള്ളതുമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് മെറ്റ വ്യക്തമാക്കി. പിന്നാലെ ഫേസ്ബുക്കിൽ ഒറിജിനൽ കണ്ടന്റുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള കൂടുതൽ നടപടികളും മെറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോപ്പിയടി കണ്ടന്റുകൾ കണ്ടെത്താനുള്ള പുത്തൻ സംവിധാനം തയ്യാറായതായാണ് മെറ്റ അറിയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് ഫീഡ് സത്യസന്ധമാക്കാൻ കർശന നടപടികളാണ് മെറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഒറിജിനൽ കണ്ടന്റുകൾക്ക് പ്രാധാന്യം നൽകൂവെന്ന് മെറ്റ അധികൃതർ തറപ്പിച്ചു പറയുന്നു. അൺഒറിജിനൽ അഥവാ മറ്റ് കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഉള്ളടക്കങ്ങൾ മതിയായ ക്രെഡിറ്റ് നൽകാതെ തുടർച്ചയായി പോസ്റ്റ് ചെയ്യുന്നത് തടയുകയാണ് പ്രധാനമായും മെറ്റയുടെ ലക്ഷ്യം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയോ അല്ലാതെയോ ഉള്ളടക്കങ്ങൾ റീഷെയർ ചെയ്യുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ഉള്ളടക്കങ്ങൾ അവരുടെ അനുമതിയോ കടപ്പാടോ ഇല്ലാതെ ഫീഡിൽ നേരിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മെറ്റ ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റുള്ള ആളുകൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും എഴുത്തുകളും കടപ്പാട് രേഖപ്പെടുത്താതെ തുടർച്ചയായി പോസ്റ്റ് ചെയ്യുന്നത് ചെറുക്കാൻ ശക്തമായ നടപടികൾ മെറ്റ പ്രഖ്യാപിച്ചു. കോപ്പിയടിക്കാരെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കും. അതുമാത്രമല്ല, പോസ്റ്റുകളുടെ റീച്ച് കുറയ്ക്കും എന്ന മുന്നറിയിപ്പും മെറ്റ നൽകുന്നുണ്ട്. മെറ്റയുടെ സംവിധാനം ഫേസ്ബുക്കിൽ കോപ്പിയടി വീഡിയോകൾ തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥ സൃഷ്ടാക്കൾക്ക് അവർ അർഹിക്കുന്ന റീച്ച് കിട്ടുന്നതിനായി കോപ്പിയടി വീഡിയോയുടെ റീച്ച് കുറയ്ക്കുമെന്ന് മെറ്റ അധികൃതർ വിശദീകരിച്ചു. യഥാർത്ഥ വീഡിയോയുടെ ലിങ്ക് ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോകൾക്കൊപ്പം പ്രദർശിപ്പിക്കുന്ന രീതി പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും മെറ്റയുടെ ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നു. ഇത് നിലവിൽ വന്നാൽ ഓരോ വീഡിയോയുടെയും താഴെ ഒറിജിനൽ ബൈ എന്ന ഡിസ്ക്ലെയിമർ കാണാനാകും. നിങ്ങൾ കണ്ടന്റുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ വിസിബിലിറ്റി ലഭിക്കാനായി ഒറിജിനൽ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാനും ശരിയായ തലക്കെട്ടുകളും ഹാഷ്ടാഗുകളും നൽകാനും മെറ്റ നിർദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, തേർഡ് പാർട്ടി ആപ്പുകളുടെ വാട്ടർമാർക്കുകൾ ഒഴിവാക്കാനും മെറ്റ പറയുന്നു. ഒറിജിനൽ കണ്ടന്റ് പ്രോത്സാഹിപ്പിക്കാനുള്ള നയം ഫേസ്ബുക്കിൽ മാത്രമല്ല, യൂട്യൂബും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. കോപ്പിയടി കണ്ടന്റുകൾക്ക് പണം ലഭിക്കില്ല എന്ന പുതുക്കിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ യൂട്യൂബ് അധികൃതർ തറപ്പിച്ചു പറയുന്നുണ്ട്. ചില കണ്ടന്റ് ക്രിയേറ്റർമാർ ആവർത്തന വിരസവും കൃത്രിമവുമായ വീഡിയോകൾ വലിയ തോതിൽ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്യുന്നതായി യൂട്യൂബ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടന്റിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ AI ഉപയോഗിക്കുന്നത് മറ്റ് നയപരമായ ആവശ്യകതകൾ പാലിക്കുകയാണെങ്കിൽ ഇപ്പോഴും മോണിറ്റൈസേഷൻ യോഗ്യമാണെന്ന് യൂട്യൂബ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് AI ഉപയോഗിച്ച് നിർമ്മിച്ച സ്പാം വീഡിയോകൾ നിറഞ്ഞ ചാനലുകളെയാകും മോണിറ്റൈസേഷൻ ബാധിക്കുക. യൂട്യൂബിന്റെ ഈ നീക്കം യൂട്യൂബർമാർക്കിടയിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. റിയാക്ഷൻ വീഡിയോകൾ, ഫീച്ചേർഡ് ക്ലിപ്പുകൾ തുടങ്ങിയവയിൽ നിന്ന് ഇനി പണം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന ആശങ്കയിലാണ് പലരും. എന്നാൽ പുതിയ നീക്കം യൂട്യൂബ് വളരെ കാലമായി പിന്തുടരുന്ന നയങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമായിരിക്കില്ല. ആവർത്തന സ്വഭാവമുള്ള കണ്ടന്റുകൾ കൂട്ടത്തോടെ സൃഷ്ടിച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മാത്രമാണിതെന്നും യൂട്യൂബ് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പുതിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് യൂട്യൂബ്. ഏകദേശം ഒരു പതിറ്റാണ്ടോളം യൂട്യൂബിന്റെ പ്രധാന ഫീച്ചറായിരുന്ന ട്രെൻഡിംഗ് പേജും ട്രെൻഡിംഗ് നൗ ലിസ്റ്റും ജൂലൈ 21 മുതൽ പൂർണ്ണമായി ഒഴിവാകുമെന്ന വാർത്തകളുമുണ്ട്. ഇനി മുതൽ ട്രെൻഡിംഗ് വീഡിയോകൾ കാണാൻ യൂട്യൂബ് ചാർട്ടുകൾ ഉപയോഗിക്കാം.